ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് അവരോട് അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, സുഖമാണോ, സന്തോഷമാണോ? എന്തെങ്കിലും പ്രാർത്ഥന നിയോഗം പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കാനുണ്ടോ എന്നൊന്ന് ചോദിച്ചേ. അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി അവരുടെ നിയോഗങ്ങൾ ഇന്ന് നിങ്ങളാണ് സാധ്യമാക്കി കൊടുക്കണ്ടേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അവരുടെ നിയോഗം നിങ്ങൾ ചോദിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങളിലെല്ലാം എല്ലാവരുടെയും കരങ്ങളിൽ ജപമാലയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. പരിശുദ്ധി അമ്മ നമ്മുടെ കൂടെയുണ്ട്. കരങ്ങളിൽ ജപമാല എടുത്തു പിടിച്ച് കഴുത്തിലൊക്കെ ഇട്ടിരിക്കുന്നവർ കയ്യിൽ പിടിച്ചോളുക. അമ്മ നമ്മുടെ കയ്യിലുണ്ട്. അമ്മയുടെ കയ്യിലാണ് ഞാനുള്ളത് എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ സമയം തിരുവചനം ശ്രവിക്കാനായിട്ട് നമ്മളെ തന്നെ പരിശുദ്ധി അമ്മയ്ക്ക് വിട്ടുകൊടുക്കാം, സമർപ്പിക്കാം. നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടാവും അല്ലേ? അച്ഛൻ പരിചയപ്പെടുത്തി. ആരെങ്കിലുമൊക്കെ എന്നെ കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടോ ഇതിനു മുമ്പ്? ഇവിടെ പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്, ശുശ്രൂഷയൊക്കെ ചെയ്തിട്ടുണ്ട്. സീനായിലുണ്ടായിരുന്നു അച്ഛൻ. ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഞാൻ വന്നിട്ടുണ്ട് 1-2 പ്രാവശ്യമൊക്കെ. ഇപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ ഇംഗ്ലീഷ് സെക്ഷനിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഒപ്പം ഗുഡ്നസ് ടി വിയുടെ പ്രിവിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടി വി കാണുന്ന എല്ലാ പ്രോഗ്രാമും ആദ്യം ഞാനാണ് കാണുന്നത്. ഞാനത് കണ്ട് ഓക്കെ പറഞ്ഞതിന് ശേഷമേ അത് ടി വിയിലേക്ക് സംപ്രേഷണം ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ജോലിയും കൂടി എനിക്കുണ്ട്. അങ്ങനെ 4 വർഷമായിട്ട് ഇപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്തു പോരുന്നു. അതിനിടയിലാണ് ബെന്നിയച്ഛൻ്റെ ഈ ദിവസങ്ങളിൽ ഗുഡ്നസ് ടി വിയിൽ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് ഗുഡ്നസ് ടി വിയിൽ ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൻ്റെ നോമ്പുകാല റിട്രീറ്റ് കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടു കാണുമായിരിക്കും അല്ലേ? അപ്പം ഞാനതെല്ലാം 3 ദിവസത്തെയും ഞാൻ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പം പഴയ സ്നേഹബന്ധമൊക്കെ ഒന്ന് പുതുക്കാനായിട്ട് ഓർത്ത് അച്ഛനെ ഒന്ന് വിളിച്ചു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വലിയൊരു ആഘോഷമൊക്കെ നടക്കുന്നുണ്ട്. അച്ഛൻ്റെ ബർത്ത്ഡേ ദിനമൊക്കെയാണെന്നറിഞ്ഞപ്പോൾ ആ ദിനത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ആഗ്രഹിച്ച് അച്ഛനെ ഒന്ന് കണ്ട് വിഷൊക്കെ ചെയ്തു പോകാമെന്ന് കരുതി. പെട്ടെന്നുള്ള വരവായിരുന്നു. ഓടിക്കൂടി ഇന്നലെ എല്ലാ പ്രോഗ്രാമും തീർത്ത് ഓടി ഇന്ന് ലീവ് എടുത്ത് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ ശുശ്രൂഷയ്ക്കും എനിക്കും വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെന്നിയച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെയുണ്ട്. സീനായിൽ ഞാൻ, ബെന്നിയച്ഛന്, രാജൻ ചേട്ടൻ, അങ്ങനെ കുറേ പേര് ഒന്നിച്ച് കുറേ നാൾ ശുശ്രൂഷ ചെയ്ത് അതിനുശേഷമൊക്കെ ശുശ്രൂഷ ചെയ്തവരാണ്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധവും ഒക്കെ ഓർമ്മപ്പെടുത്തലൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നേ ദിവസം നമുക്ക് ഈശോ തരുവാനായിട്ട് എന്താണോ നമ്മളോട് വചനം പങ്കുവയ്ക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വാക്യമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നത്. അതെന്തായിരിക്കും? ആർക്കെങ്കിലും അറിയാമോ? എന്തായിരിക്കും? ദൈവവചനം ശ്രവിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ആര്? എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. അപ്പോൾ ഇതാ നിന്നെ കാണാൻ നിൻ്റെ അമ്മയും സഹോദരങ്ങളും പുറത്ത് നിൽക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഈശോ ഒരു വാക്ക് പറഞ്ഞു. ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരൻ? അപ്പോൾ അതിനുള്ള മറുപടി, അപ്പോൾ അത് കേട്ടവരൊക്കെ ഓർത്തു, ഇവൻ എന്താ പൊട്ടത്തര ഈ പറയുന്നേ? അവൻ്റെ അമ്മേനെ അവൻ തള്ളിപ്പറഞ്ഞു, അവൻ്റെ അമ്മയ്ക്ക് ഇത്രയും അവൻ പ്രാധാന്യം കൊടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരും നമ്മുടെ കൂടെയൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ അവിടെ ഈശോ ഉദ്ദേശിച്ചത് നമ്മളെ ഓരോരുത്തരെയും മനസ്സിൽ കണ്ടത്. നമ്മളെ തന്നെയാണ് ഈശോയുടെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പറഞ്ഞത്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ഈശോ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. കാരണം എന്താ? നിങ്ങളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ? ദൈവവചനം കേൾക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു, അത് ജീവിതത്തിൽ സ്വന്തമാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാരാണോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. അപ്പം നിങ്ങൾ ഈശോയുടെ അമ്മയാണോ? അമ്മ ഈശോയുടെ സഹോദരനും സഹോദരിയാണോ? ഒന്നും ഞാൻ കേൾക്കുന്നില്ല. ആണോ? ഉറപ്പുണ്ടോ?
ആ, വിശ്വാസത്തോടെ എന്ന് പറഞ്ഞേ, എൻ്റെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കെട്ടിയോനെയും മക്കളെയൊക്കെ സ്നേഹിക്കാൻ നല്ല എളുപ്പമാണ്, ആണോ? അയ്യോ സിസ്റ്ററെ, പറ്റിയ കാര്യമോ സിസ്റ്റർ, ഓർമ്മപ്പെടുത്താതെ അതൊക്കെ. ചിലരങ്ങനെ പറയുന്നുണ്ടാകും, എന്നാൽ ചിലരോ അത് ഓർക്കുമ്പോഴേ മനസ്സ് നിറയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഉപരിയായി നിന്റെ അമ്മയേക്കാൾ, നിന്റെ അപ്പനേക്കാൾ, നിന്റെ ജീവിത പങ്കാളിയേക്കാൾ, നിന്റെ മക്കളേക്കാൾ, ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളേക്കാൾ, ഈ ലോകത്തിലുള്ള നിന്റെ എല്ലാ സുഖജീവിതത്തേക്കാൾ, നിന്റെ സമ്പത്തിനേക്കാൾ, ജോലിയേക്കാൾ ഉപരിയായി നീ ആരെ സ്നേഹിക്കണം? ആരെ ഇപ്പം നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നേ? ആണോ? ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞാൻ എൻ്റെ ദൈവത്തിനാ കൊടുത്തിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കി എല്ലാവരുടെ സ്നേഹം എന്നുറപ്പുള്ളവരെന്ന് കരങ്ങൾ ഉയർത്തിക്കുക. വലത് കരം ഉയർത്തിയെന്ന് പറഞ്ഞേ. സത്യസന്ധമായിട്ടേ പറയാവുള്ളേ. താത്തി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടിയോൻ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും കരഞ്ഞേക്കരുത്. കരയണോ? വേണ്ട. ആര് മാത്രം നമ്മളെ സ്നേഹിച്ചാൽ മതി. ആരൊക്കെ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും ആര് സ്നേഹിക്കും? ഈശോ കൂടെയുണ്ട്. പക്ഷെ എന്തിയേ, ഒരു അനുഭവം വരുമ്പോഴത്തേനും, ഒരു സഹനം വരുമ്പോഴത്തേനും, ഒരു രോഗം വരുമ്പോഴത്തേനും നമ്മൾ എന്ത് പറയും? അയ്യോ കർത്താവേ, നീ എന്നെ മറന്നോ? ഇങ്ങനെ പറഞ്ഞ ഒരാളുണ്ട്, കർത്താവേ നീ ഇന്ന് എന്നെ മറന്നുപോയോ എന്ന് ചോദിച്ചൊരു വിശുദ്ധിയുണ്ട്. ആരാ 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 ഒരു ദിവസം സഹനം കിട്ടാതെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ ഈശോയെ നീ ഇന്ന് എന്നെ മറന്നുപോയോ? ഇന്ന് എനിക്ക് ഒരു സഹനവും കിട്ടിയില്ലല്ലോ. ആരാ? ഉറക്കെ പറഞ്ഞേ. വിശുദ്ധ അൽഫോൻസാമ. കാരണം എന്താ? അൽഫോൻസാമയ്ക്ക് സഹനം കിട്ടിയില്ലെങ്കിൽ സങ്കടം. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നവര്? എൻ്റെ ഈശോയെ ദിവസം മുഴുവൻ സഹനവാ, ഒന്ന് കഴിഞ്ഞ് തീർന്നില്ല, അതിനു മുമ്പേ അടുത്തത് വന്നു എന്നും പറഞ്ഞ് പരാതിപ്പെടുകയല്ലാതെ എനിക്ക് സഹനം തായോന്നും പറഞ്ഞ് ആരെങ്കിലും ചോദിച്ച് സഹിക്കുന്നവരുണ്ടോ? എത്ര പേരുണ്ട്? കാരണം അൽഫോൻസാമയ്ക്കറിയാം സഹനത്തിൻ്റെ പിന്നിലുള്ള ഈശോയുടെ സ്നേഹം എന്താണെന്ന് അവൾ അനുഭവിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അൽഫോൻസാമ എല്ലാ ദിവസവും, ഈശോയെ ഇന്ന് എനിക്ക് ഒരു സഹനവും കിട്ടിയില്ല, എൻ്റെ സഹോദരിമാരൊന്നും എന്നെ പോരുകുത്താൻ വന്നില്ല, എന്നെ കുറ്റം പറഞ്ഞില്ല, എന്നെ കുറ്റപ്പെടുത്തിയില്ല, എനിക്ക് ശരീരത്തിന് ഒരു വേദനയില്ല, ഒരു ദുഃഖവും ഇല്ല, ഇന്ന് ഈശോ മറന്നുപോയെന്ന് തോന്നുന്നേ. അപ്പോൾ സഹനം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആര് നമ്മുടെ കൂടെയുണ്ട്? സഹനം ഒന്നുമില്ല, നല്ല സുഖമാണ്, സന്തോഷമാണ്, ഒരു കണ്ണുനീരുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു പ്രശ്നവും ഇല്ല, ഇങ്ങനെ സ്മൂത്തായിട്ട് പോവുക. അപ്പോഴാര് കൂടെ ഉണ്ടാകും? ഈശോ കൂടെയുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഇപ്പം ഇവിടെ ആർക്കെങ്കിലും പറയാവോ എൻ്റെ ജീവിതത്തിൽ ഒരു സഹനവുമില്ല, ഒരു ദുഃഖവുമില്ല, എനിക്ക് ആത്മ സന്തോഷമാണെന്ന് പറയാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടോ? ചിലർ പറയൂ, നീ എല്ലാ ദിവസവും ഉടുത്തൊരുങ്ങി രാവിലെ മുതൽ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഗാഗുൽത്തായി പോകുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യേ നിൻ്റെ ജീവിതത്തിൽ ഇതിനൊരു കുറവുമില്ലല്ലോ, പോകും തോറും ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നല്ലാതെ ഒരു കുറവുമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ടാകും. ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ കാരണം എന്താ? യഥാർത്ഥത്തിൽ സഹനത്തെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തിനെക്കുറിച്ചെങ്കിലും ഓർത്ത് സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ കൂടെ ആരുണ്ട്? അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല
പിന്നെയോ അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈശോയിൽ വിശ്വസിക്കാനൊക്കെ എളുപ്പമാ, പക്ഷെ സഹനം വന്നു കഴിയുമ്പോൾ എന്തു ചെയ്യും? എല്ലാ വിശ്വാസവും പോകും, തള്ളിപ്പറയും, പള്ളിയിലും പോകുകയല്ല, പ്രാർത്ഥിക്കുകയില്ല, ബൈബിളും വലിച്ചെറിയും, കൊന്തയും വലിച്ചെറിയും. അല്ലേ? എൻ്റെ രോമത്തേലൊന്ന് തൊടട്ടെ, അല്ല എൻ്റെ ശരീരത്തെ ഒന്ന് തൊടട്ടെ, അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് തൊടട്ടെ, അന്നേരം കാണാം ഈശോയോടുള്ള സ്നേഹവും സഹനവും ഒക്കെ എന്താന്ന്. ശരിയല്ലേ? എല്ലാം ഇങ്ങനെ നല്ല ലെവലിൽ പോകുവാണെങ്കിൽ എല്ലാം ഓക്കെ. പക്ഷെ അതിനപ്പുറം എൻ്റെ സ്വപ്നമായി അല്ലെ എൻ്റെ കണ്ണിലുണ്ണിയായി ഞാൻ കരുതുന്ന എന്തെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരിലോ എൻ്റെ കുടുംബത്തിലോ എന്തെങ്കിലും ഒരു ദുഃഖമോ സഹനമോ വന്നാൽ നിങ്ങൾ ഈ വചനം പറയുമോ? ഇപ്പം ഈ കൈവൊക്കിയവരൊക്കെ കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരിക്കുവോ? ഇല്ല. അവിടെയാണ് നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഇനിയുള്ള നാളുകളിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇപ്പം തന്നെ നമുക്കറിയാം, യുദ്ധങ്ങളും ലോകരാജ്യങ്ങളൊക്കെ തമ്മിൽ ശത്രുതയിലും വെറുപ്പിലും നമ്മൾ പ്രതീക്ഷിക്കാത്തതും അപ്രത്യക്ഷമായതൊക്കെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം നാളുകളില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കമുള്ളവരായിരിക്കണം. ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാൻ, ക്രിസ്തുവിനെ പ്രതി പീഡ സഹിക്കുവാൻ. മക്കൾ നഷ്ടപ്പെടുമ്പോൾ, ജീവിത പങ്കാളി നഷ്ടപ്പെടുമ്പോൾ, മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ, എന്തെല്ലാം പീഡനങ്ങളും സഹനങ്ങളും എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുമ്പോഴും എൻ്റെ കൂടെ ആരുണ്ടാകും? എല്ലാവരും ഉറങ്ങിപ്പോയോ? എന്തുണ്ടാകും? ഈശോ ഉണ്ടാകും. അടുത്തിരിക്കുന്നവരോടൊന്ന് ചോദിച്ചേ, ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ നീ തയ്യാറാണോ എന്നൊന്ന് ചോദിച്ചേ. അവരെന്നാ പറയുന്നേ പോലും? എസ് എന്നാണോ നോയെന്നാണോ പറയുന്നത്? തയ്യാറാണോ? ആന്നാ പറഞ്ഞേ? അതെ. ഇപ്പോൾ ഒരു ബോംബിങ് പൊട്ടുക, ഒരു വലിയൊരു യുദ്ധം ഇങ്ങോട്ട് വരും. അപ്പത്തേനും കാണാം വാലും പൊക്കി എത്ര പേരോടും. പത്രോസ്ലീഹ ഓടിയതുപോലെ എത്ര പേരോടും. ആരൊക്കെ ക്രിസ്തുവിനെ പ്രതി യോഹന്നാനെ പോലെ കൂടെ നിൽക്കുമെന്നുള്ളത് നമുക്ക് അന്ന് കണ്ട് കാണാം. അല്ലേ? എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം. ഇനി പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നു, നമുക്ക് വരുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ്. കഷ്ടത സഹിക്കാതെ ആർക്കെങ്കിലും മഹത്വം ഉണ്ടാവുമോ? ഈശോ ദൈവപുത്രനായിരുന്നിട്ട് പോലും മഹത്വം പ്രാപിക്കുവാൻ വേണ്ടി, സ്വർഗാരോഹണം പ്രാപിക്കുവാൻ വേണ്ടി അവൻ എന്ത് ചെയ്യണമായിരുന്നു? സഹിക്കണമായിരുന്നു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിലും എന്ത് വേണം? അയ്യോ ചേട്ടാ, എന്ത് വേണം? കണ്ണ് തുറന്നിരുന്നു. എന്ത് വേണം? സഹനം വേണം. സഹനമില്ലാതെ ആർക്കും മഹത്വത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിലർ പറയാറുണ്ട്, സിസ്റ്ററെ, എൻ്റെ കുടുംബ ജീവിതത്തിൽ എത്രയോ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരവും കിട്ടുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ല, എൻ്റെ മക്കൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ല. കാരണം എന്താ? എന്താ കാരണം? വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവിശ്വാസിയായ ഭർത്താവ് മുഖേന ഭാര്യയും അവിശ്വാസിയായ ഭാര്യ മുഖേന ഭർത്താവും മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിലോ നിങ്ങളുടെ മക്കൾ അശുദ്ധരായി തീരും. നിങ്ങളുടെ മക്കൾ അശുദ്ധരായി തീരും.
അപ്പം നിങ്ങളുടെ മക്കൾ അശുദ്ധരായി തീരുന്നതാണോ നല്ലത്, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സഹിക്കുന്നതാണോ, തമ്മിൽ അടി കൂടുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? അപ്പം ഇടയ്ക്ക് ഒരു അടി കിട്ടിയെന്നോർത്തുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ആർക്ക് വേണ്ടി അതൊക്കെ സഹിക്കണം? ഈശോയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മക്കൾ ചിലപ്പോൾ തോന്നിയ വഴിക്ക് തോന്നിയതുപോലെ പോയെന്നിരിക്കും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മാതാപിതാക്കൾ നല്ല സന്തോഷവാന്മാരായിരിക്കും. അവർ ഭയങ്കര സ്നേഹം, ഭയങ്കര വിശ്വാസം, ഭയങ്കര പ്രാർത്ഥന, ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന നല്ല മാതാപിതാക്കളായിരിക്കും. പക്ഷേ അല്പം കഴിയുമ്പോൾ, മക്കൾ വളർന്നു വന്നു കഴിയുമ്പോൾ എന്താ ഈ സംഭവിക്കുന്നേ? അവരുടെ മക്കള് ഏതെങ്കിലും തരത്തിൽ മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കും. ഇനി അവരും കുഴപ്പമില്ല, നല്ല മാതാപിതാക്കളും നല്ല മക്കളും നല്ല കുടുംബവും. എത്ര കാലം ഉണ്ടാകും അത്? അടുത്ത മരുമക്കൾ വരുന്നിടം വരെ കാണാം. മരുമക്കൾ ഏതെങ്കിലും ഒരെണ്ണം വന്ന് കയറാൻ തുടങ്ങുമ്പോഴേ അവിടെ അടുത്ത പ്രശ്നം വരാൻ തുടങ്ങും. ഇനി അതും ഓക്കെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ മക്കളിൽ കൂടിയായിരിക്കും ചിലപ്പോൾ ആ കുടുംബത്തിലേക്ക് സഹനങ്ങൾ. ഇതൊന്നുമില്ല ഈ തരത്തിൽ, ഈ ഒരു മേഖലകളിൽ ഒന്നും, ഈ തലമുറകളിൽ ഒന്നും ഒരു സഹനവുമില്ല. എൻ്റെ കുടുംബം സന്തോഷമാണ്, ഇപ്പോഴും സന്തോഷമാണ്. ജീവിത പങ്കാളിയുമായിട്ടും പ്രശ്നമില്ല, മക്കളുമായിട്ടും പ്രശ്നമില്ല, മരുമക്കളുമായിട്ടും പ്രശ്നമില്ല. എൻ്റെ കുടുംബത്തിൽ യാതൊരു സഹനങ്ങളുമില്ല, വേദനകളുമില്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാമോ? ആരുമില്ലേ? അപ്പം ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? അതെ, എൻ്റെ ജീവിതത്തിൽ 2005 മുതൽ തുടങ്ങിയതാ. 2005 എന്ന് പറയാൻ പറ്റുമല്ലോ, ഞാൻ നോവിഷ്യറ്റിലായിരുന്നപ്പോൾ മുതൽ തുടങ്ങിയതാ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ. 98 എൻ്റെ പ്രൊഫഷന്. അപ്പം 98 മുതൽ തുടങ്ങിയതാണ് കൗൺസിലിംഗ് ശുശ്രൂഷ. അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ കൗൺസിലിംഗ് നടത്തിയതിൻ്റെയും ദൈവ ശുശ്രൂഷ ചെയ്ത സമയത്തും പല കുടുംബങ്ങളുടെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ്, ഇത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹ ഈ തിരുവചനം എഴുതി വച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നേ? ഒന്ന് ഉറക്കെ പറയാമോ? വലതുകരം ഉയർത്തിയിട്ടൊന്ന് പറഞ്ഞേ. അവിശ്വാസിയായ ഭർത്താവ് മുഖേന ഭാര്യയും അവിശ്വാസിയായ ഭാര്യ മുഖേന ഭർത്താവും മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരായി തീരും. അപ്പൊ നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നതാണോ നല്ലത്, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് ജീവിക്കുന്നതാണോ നല്ലത്? കെട്ടിയോൻ്റെ കുടിയും അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യങ്ങളും മാറുന്നതാണോ നല്ലത്, മക്കൾക്ക് അനുഗ്രഹം കിട്ടുന്നതാണോ നല്ലത്? അമ്മച്ചിമാരെ ഒന്ന് പറഞ്ഞേ, ഏതാ നല്ലത്? ഒന്ന് ചങ്കി കൈപിടിച്ചിട്ടെന്ന് പറഞ്ഞേ, ഞാൻ സഹിക്കുന്ന ഇതിലും നല്ലതെന്ന്. മാതാപിതാക്കൾ, അപ്പന്മാരും അമ്മമാരും ഒന്ന് വിശ്വാസം ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞേ, ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇതിൻ്റെ മക്കള് അശുദ്ധരായി പോകുന്നേക്കാട്ടിലും നല്ലത് എന്താ? എന്താ? ഒന്ന് ചങ്കോട് കരങ്ങൾ ചേർത്ത് പിടിച്ചിട്ടൊന്ന് ഉറക്കൊന്ന് പറഞ്ഞേ, എന്താ നല്ലത്? അപ്പൊ നമ്മുടെ സഹനങ്ങൾ മാറിപ്പോകണോ? പോകണോ? വേണ്ട. അപ്പൊ നമ്മള് കുടുംബജീവിതത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സഹനം ജീവിത പങ്കാളിയുമായി സഹിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിത പങ്കാളി മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ? അത് സമയമാകുമ്പോൾ, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, നിങ്ങളുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, മക്കൾ എത്തേണ്ടടുത്തൊക്കെ എത്തി അവർ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ, അതിൻ്റെ സമയത്തിൻ്റെ പൂർത്തിയിൽ നിങ്ങളുടെ ജീവിത പങ്കാളി അറിയാതെ തന്നെ, നിങ്ങൾ അറിയാതെ തന്നെ അവർ മാനസാന്തരപ്പെട്ടുകൊള്ളും, അല്ലെങ്കിൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടുകൊള്ളും, അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചുകൊള്ളും.
നിങ്ങൾ ഇന്ന് മാറണം, നാളെ മാറണം, അല്ലെങ്കിൽ ഇത് 10 വർഷമായി 15 വർഷമായി ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു മടുത്തു, ഞാൻ സഹിച്ചു മടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. മക്കൾ രക്ഷപ്പെടണം. മക്കൾ എത്തേണ്ട നിലയിലെത്തി, അവർ 2 കാലേ നിൽക്കാറായി, ജീവിക്കാനൊരു മാർഗമൊക്കെയായി, അവർ നന്നായി ജീവിച്ചു വരുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞുകൊള്ളും. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ കൃപ എന്നിൽ നിറയാൻ വേണ്ടി, എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയാൻ വേണ്ടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തിന്? സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനുദാഹരണമായിട്ട് നമുക്കറിയാം വിശുദ്ധ മോനിക്ക പുണ്യവതി. മോനിക്ക പുണ്യവതിയുടെ ജീവിതത്തിൽ എന്തായിരുന്നു? ഭർത്താവ് ഒരു വഴിക്ക്, മകനെ പ്രതീക്ഷിച്ച് വളർത്തി, മകനും വേറൊരു വഴിക്ക്, പിന്നെയോ അമ്മായിമ്മയുടെ സൈഡിൽ നിന്ന് അത് എല്ലാ തരത്തിലും സഹനങ്ങൾ മാത്രമായിരുന്നു മോനിക്ക പുണ്യവതിക്ക് കിട്ടിയത് സമ്മാനം. അവൾ തെറ്റ് ചെയ്തിട്ടാണോ? ആണോ? അമ്മച്ചി പറഞ്ഞേ, ആണോ? പിന്നെ എന്തുകൊണ്ടാ? ആ അമ്മയെ ദൈവം ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിരുന്നു അൾത്താരയിൽ വണങ്ങാൻ തൻ്റെ ജീവിത പങ്കാളിയും മകനെയും വിശുദ്ധീകരിച്ച് ദൈവകരങ്ങളിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ അമ്മയുടെ ദൗത്യം. ആ കുടുംബത്തിന് വേണ്ടി സഹിക്കാൻ, കണ്ണുനീരൊഴുക്കാൻ, മുട്ടുമേൽ നിന്ന് മിറ്റിലിൽ മുട്ടുകുത്തി, മണലിൽ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ത്യാഗത്തോടുകൂടി 33 വർഷക്കാലം പ്രാർത്ഥിച്ചതിൻ്റെ, കണ്ണുനീരൊഴുക്കിയതിൻ്റെ ഫലമാണ് ഇന്നൊരു കുടുംബം മുഴുവനും അൾത്താരയിൽ വണങ്ങാൻ നമുക്ക് ലഭിച്ചത്, വിശുദ്ധരായി തീർന്നത്. അപ്പോൾ കുറച്ചു കാലം സഹിച്ചാൽ മതിയോ? 2 വർഷം സഹിച്ചാൽ മതിയോ? ഇന്നുള്ള ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ പറയും 10, 15, 20 വർഷമൊക്കെയായി, 30 വർഷമൊക്കെയായി സഹിക്കാൻ തുടങ്ങിയിട്ടെന്ന്. നിങ്ങളുടെ മക്കളെ ആണെങ്കിൽ അവരെന്ത് പറയും? 2 മാസമായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്, അല്ല 2 വർഷമായി ഞാൻ മടുത്തു, എന്നെക്കൊണ്ട് ഇനിയും പറ്റത്തില്ല, ഡിവോഴ്സ് വേണം അല്ലേ? നിങ്ങൾ പിന്നെ എങ്ങനെയെങ്കിലും 2 ചവിട്ട് കിട്ടിയാലും 2 തൊഴി കിട്ടിയാലും പിന്നെയും സഹിച്ച് ക്ഷമിച്ചും പിന്നെയും കടിച്ചു പിടിച്ചൊക്കെ നിങ്ങളൊക്കെ നിൽക്കും. ഇനിയുള്ള മക്കളോ? നിങ്ങളുടെ അടുത്തു കൂടി പോലും സഹിക്കാൻ പറ്റുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കയ്യിൽ നിന്ന് ജപമാല താഴെ വയ്ക്കാൻ ഇനി നിങ്ങൾക്ക് സമയമില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ അവർക്ക് വേണ്ടി മുട്ടുകുത്തുന്നില്ല എങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഡിവോഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. വിശുദ്ധ അൽഫോൻസാമിയോടും വിശുദ്ധ കൊച്ചുത്രേസ്യായോടും അല്ലെങ്കിൽ അതുപോലെ വിശുദ്ധരായി ജീവിച്ചിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എൻ്റെ മാതാപിതാക്കള് രാത്രിയും പകലും മുട്ടുമേൽ നിന്ന് മിറ്റിലിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് രാപകൽ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഞാനൊക്കെ വളർന്നു വന്നത് എന്ന്. അൽഫോൻസാമ്മയുടെ ജീവചരിത്രത്തിലും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രത്തിലും പല വിശുദ്ധരുടെയും ജീവചരിത്രത്തിൽ അവരുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നത് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഞാനും ചങ്കിൽ കൈ തൊട്ടുകൊണ്ട് പറയുക, എൻ്റെ മാതാപിതാക്കളും എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാനും കണ്ടിട്ടുണ്ട്. നേരം വെളുക്കുന്നത്, ഞാൻ ഉറക്കം തെളിഞ്ഞേക്കുന്നതേ ഞാൻ കേൾക്കുന്നത് പുലരി നിദ്ര എന്നുള്ള പാട്ടും കേട്ട് പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുന്ന എൻ്റെ വല്യപ്പനും വല്യമ്മയും എൻ്റെ അപ്പനും ഒക്കെയാണ്. എൻ്റെ വല്യമ്മച്ചി 3 മണിക്ക് തുടങ്ങും ജപമാല കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കാൻ. ഞാൻ കുറേ കാലം അമ്മച്ചിയുടെ കൂടെയാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നേ. അപ്പോൾ അമ്മച്ചി എന്നെയും വിളിച്ചേൽപ്പിക്കും. ആ 3 മണിക്ക് ഏൽപ്പിച്ച് എന്നെയും പിടിച്ചിരുത്തിയിട്ട് കൊന്ത ചെല്ലിപ്പിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പ്രാർത്ഥിക്കുന്ന അമ്മമാര് ഏതെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ, ഇതുപോലെ ജപമാല കരങ്ങളിൽ എടുത്ത് പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും അപ്പന്മാര് നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് ദൈവവിളികൾ ലഭിക്കും, മക്കൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ജീവിതത്തിൽ അവർക്ക്
വേണ്ടതെല്ലാം ദൈവം കൊടുക്കും. ഇന്ന് നമുക്ക് അതുപോലെ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുപോയി. ഇന്ന് മാതാപിതാക്കൾക്ക് ആകുലതയാ, സിസ്റ്ററെ പ്രാർത്ഥിക്കണം. ഒരച്ഛനെ കണ്ടാൽ ഓടി വരും, അച്ഛാ പ്രാർത്ഥിക്കണം. ഒരു സിസ്റ്ററിനെ കണ്ടാൽ ഓടി വരും, സിസ്റ്ററെ പ്രാർത്ഥിക്കണം, എൻ്റെ മോന് വേണ്ടി, എൻ്റെ കെട്ടിയോന് വേണ്ടി. നിങ്ങളുടെ കടമ എന്നതാ? നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നതാ? കരഞ്ഞോണ്ട്, പരാതി പറഞ്ഞുകൊണ്ട്, ആവലാതി പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതാണോ? ആണോ? ആരുടെ കടമയാ പ്രാർത്ഥിക്കേണ്ടത്? ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി. ഒരു കുടുംബ ജീവിതമായാൽ ആ കുടുംബ ജീവിതത്തിലെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഇനി ഒരു കുടുംബത്തിൽ അപ്പൻ വിശ്വാസിയായിരിക്കാം, എൻ്റെ ഒപ്പം എൻ്റെ കെട്ടിയോളോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എൻ്റെ സിസ്റ്ററെ ഒരു രക്ഷയില്ല, ഒരു വിശ്വാസവും ഇല്ല, ഞാൻ തന്നെ പ്രാർത്ഥിച്ചു മടുത്തു. എത്ര ധ്യാനം കുടിച്ചിട്ടും അതിൻ്റെ കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെ ഒരു വ്യത്യാസവും ഇല്ല. ചില ചേട്ടന്മാർ പറയാറുണ്ട്, ഇനി അമ്മച്ചിമാരും ഇതുപോലെ തന്നെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നത്, അവിശ്വാസിയായ ജീവിത പങ്കാളി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആരാ പ്രാർത്ഥിക്കേണ്ടത്? ആ വ്യക്തിക്ക് വേണ്ടിയും കൂടി ഞാൻ കൂടുതൽ ജപമാല ചെല്ലണം. ആ വ്യക്തി പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ ഞാൻ ഒരു കുർബാന കണ്ടാൽ പോരാ, ഞാൻ എത്ര എണ്ണത്തിൽ പങ്കെടുക്കണം? 2 കുർബാന സമർപ്പിക്കണം. എൻ്റെ മക്കൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നില്ലെങ്കിൽ മാതാപിതാക്കളായി നിങ്ങൾ ഒരു വിശുദ്ധ കുർബാന കൂടുതൽ അവർക്ക് വേണ്ടി നിങ്ങൾ അർപ്പിക്കണം. എത്ര പേരുണ്ട് അങ്ങനെ ചെയ്യുന്നവര്? അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, വിശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാ ഒരു കുടുംബത്തിൽ ഒരു വിശ്വാസി മതിയെന്നേ. എല്ലാവരും വിശ്വാസത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. അതെപ്പോഴായാൽ മതി? ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവർ തന്നെത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ വന്നുകൊള്ളും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പരാതി പറയാതെ, പരിഭ്രമം പറയാതെ, അവരെ കുറിച്ച് ആവലാതി പറഞ്ഞുകൊണ്ട് നടക്കാതെ നിങ്ങൾ നിശബ്ദമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധി അമ്മ ദൈവമാതാവ അല്ലേ? ദൈവത്തിൻ്റെ മകനെയാ പ്രസവിച്ചതും വളർത്തിയതും. എന്നിട്ട് പരിശുദ്ധി അമ്മയോട് എന്താ പറഞ്ഞ? അമ്മ പുറത്തിറങ്ങിയിട്ടുണ്ട്, നാട്ടുകാർ ഓടി വന്നിട്ട് പറയും അമ്മയോട്, കണ്ടില്ലേ മേരി, നിന്റെ മകന് ആണ്ടേ വേശികളുടെ കൂടെ നടക്കുന്നു, ചുങ്കക്കാരുടെ കൂടെ നടക്കുന്നു, പാവികളുടെ വീട്ടിൽ പോകുന്നു, അവനൊരു ഭ്രാന്തനാണ്, അവനൊരു പൊട്ടനാണ്. എന്തൊക്കെ പരാതി ഈശോയെക്കുറിച്ച് അമ്മയോട് പറഞ്ഞു. അമ്മ എന്തെങ്കിലും സങ്കടപ്പെട്ടോ? അമ്മ പോയിട്ട് മകനെ, എടാ നീ ഇനി മേലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയേക്കരുത്, വീട്ടിലിരുന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മാതാവ് പുറകെ പോയോ? ഈശോയുടെ പുറകെ പോയോ? വടിയെടുത്തോണ്ട് തല്ലിക്കൊണ്ട് പോയോ? ഇല്ല. ഇതൊക്കെ കേട്ടു, അമ്മ ഒരു പരാതിയും പറഞ്ഞില്ല. നിശബ്ദമായിട്ട് അത് കേൾക്കുമ്പോഴും തൻ്റെ പുത്രന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ മകനെ അന്വേഷിക്കാനോ, നീ എവിടെയാടെ പോയത്, സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ വന്നോണം, ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നേക്കരുത്, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല, എനിക്ക് കെട്ടിയോനുമില്ല, കെട്ടിയോനും നേരത്തെ പോയി, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നേക്കണം എന്നൊക്കെ പറഞ്ഞോ? ഇല്ല. അവനെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് പരിശുദ്ധി അമ്മയ്ക്കറിയാം. എന്ന് പറഞ്ഞ പോലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ പഠനത്തെക്കുറിച്ച് ഓർത്തോ, വിവാഹം നടക്കാത്തതിനെ കുറിച്ച് ഓർത്തോ, ജോലി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തോ. നിങ്ങളോട് ആരും പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, 3 നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലേക്ക് വേഗം വന്നത് എന്താ? നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുള്ള നിയോഗങ്ങളാണ് വന്നേ. അന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു? എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക്, എൻ്റെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറയണമെന്ന്
ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവർ എത്ര പേര് കാണും? ഒന്ന് കരങ്ങൾ ഉയർത്താമോ? ഇത്രയും പേരേ ഉള്ളൂ. ഇതാ നമ്മുടെയൊക്കെ പ്രശ്നം അല്ലേ? നമ്മുടെയൊക്കെ തെറ്റുകൾ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ, നമ്മൾ ആകുലപ്പെടുന്നതിൻ്റെ, നമ്മൾ നിരാശപ്പെടുന്നതിൻ്റെ, നമ്മൾ തളർന്നു പോകുന്നതിൻ്റെ പ്രധാന കാരണം, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദയവ് ചെയ്ത് ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി തിരുത്തിയൊന്ന് പ്രാർത്ഥിക്കുക. പിതാവായ ദൈവമേ, നിന്റെ പുത്രൻ്റെ തിരുശരീര രക്തങ്ങളാൽ എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയും ലോകം മുഴുവനെയും കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ. നിങ്ങളോട് ആര് പ്രാർത്ഥന സഹായം ചോദിച്ചാലും, ജോലി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സൗഖ്യം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാൽ മതി? അവർക്ക് ജോലി കിട്ടണേ, അവരുടെ വിവാഹ തടസ്സം മാറിക്കിട്ടണേ എന്നൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. എന്ത് പ്രാർത്ഥിച്ചാൽ മതി? ഈശോയെ, ആ മകനിൽ, ആ മകളിൽ, ആ മാതാപിതാക്കളിൽ, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയണം. ഈശോയുടെ തിരുശരീര രക്തം കൊണ്ട് അവരെ കഴുകി ശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമെന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഇത് നിങ്ങൾ ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോഴും എല്ലാം ഇതൊന്ന് ഉരുവിട്ടുകൊണ്ട് നടന്നേ, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയൊരു അലിഞ്ഞു ചേരും. നിങ്ങളുടെ രക്തത്തിലും ശരീരത്തിലും ആത്മാവിലും മനസ്സിലും അത് അലിഞ്ഞു ചേരും. ഏത് നിമിഷവും അത് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. പിതാവായ ദൈവമേ, അങ്ങേ പുത്രന്റെ തിരുശരീര രക്തങ്ങളാൽ എന്റെ ജീവിത പങ്കാളിയെ, എന്റെ മക്കളെ, എന്റെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പഠിച്ചോ? ഇതിങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിക്കുക. ജപമാല ചെല്ലുമ്പോഴും, നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയത്തും, മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോഴും, മനസ്സ് യാത്ര ചെയ്യുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും ഇത് തെറ്റിപ്പോണ്ട എണ്ണം ഒന്നും പിടിക്കണ്ട. ഒരു ദിവസം എത്ര പ്രാവശ്യം ആവർത്തിക്കാവോ അത്രയും പ്രാവശ്യം ആവർത്തിക്കുക. അതാണ് ജീവിത പങ്കാളിയും മക്കളും കുടുംബവും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ചുള്ള പദ്ധതി ദൈവം നടത്തിക്കൊള്ളും. നമുക്കറിയാം, പരിശുദ്ധ പിതാവ് നമ്മുടെ ലിയോ പാപ്പ എന്താ ഈ ദിവസങ്ങളിൽ പറഞ്ഞത്? യുദ്ധം തുടങ്ങിയപ്പോഴേ പാപ്പ പറഞ്ഞു, എന്താ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നമ്മളോട്? ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവ് നിറയാൻ, രാഷ്ട്ര നേതാക്കന്മാരില് ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ, അവരെ നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. നമ്മൾ അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. യുദ്ധം നിർത്തണേ, വെടി നിർത്തണേ എന്നൊന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? എല്ലാ മക്കളും ആത്മാവിനാൽ നിറയപ്പെടണം. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്താം, എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തിയോടെ, വിശ്വാസത്തോടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെയും ലോകം മുഴുവനെയും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ, നമ്മുടെ സമൂഹത്തെ, ലോകം മുഴുവനിലും ശുദ്ധീകരണ സ്ഥലത്തിൽ യാചന അനുഭവിക്കുന്ന മക്കളെയും നമുക്കോർക്കാം. പരിശുദ്ധാത്മാവിനാൽ എല്ലാവരെയും നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിക്കേ, സ്വരമുയർത്തിക്കേ. സർവശക്തിയോടെ, വിശ്വാസത്തോടെ എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാവരമുള്ളവരെല്ലാം ഭാഷാവരത്തിൽ സ്വരം വിട്ടുകൊടുത്ത് സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഈശോയെ സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്ര. യേശുവേ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. സ്വരം പോരല്ലോ, ഇത്രയും ദൈവജനമില്ലേ? ലോകം മുഴുവനിലേക്കും നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന എത്തട്ടെ ലോകരാഷ്ട്രങ്ങളിലേക്ക്, യുദ്ധഭീഷണിയിൽ കഴിയുന്ന മക്കളിലേക്ക്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരിലേക്ക് നിറയട്ടെ ശക്തിയോടെ. അല്പം കൂടി സ്വരമേറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, നന്ദി, സ്തുതി, സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. ശക്തിയില് യേശുവേന്ന് വിളിച്ചേ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ചോദിക്ക്. യേശുവേ, തിരുരക്തം ഒഴുകട്ടെ. യേശുവേ, ക്രൂശിത രൂപം മനസ്സിൽ കണ്ടേ. എല്ലാരും കണ്ണടച്ചേ. ക്രൂശിത രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഹല്ലേലൂയ, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നിറയണേ, നിറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.